ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു വൺ പോട്ട് വണ്ടർ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെറും 10 മിനിറ്റിൽ കുക്കറിൽ റെഡിയാക്കാവുന്ന സൂപ്പർ ടേസ്റ്റി ദാൽ റൈസാണ്. ജോലി തിരക്കുള്ള ദിവസങ്ങളിൽ ലഞ്ച് ബോക്സിലേക്കോ അല്ലെങ്കിൽ കറിയുണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിലോ 10 മിനിറ്റിനുള്ളിൽ ഇത് കുക്കറിൽ തയ്യാറാക്കാം. അതുപോലെ കുട്ടികൾക്ക് പച്ചക്കറികൾ കൊടുക്കാനും ഇത് മികച്ച വഴിയാണ്. ആദ്യം തന്നെ ഒരു കുക്കർ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും ഒപ്പം 1/2 സ്പൂൺ നെയ്യും ചേർത്ത് ചൂടാക്കാം. ഇനി ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ട എന്നിവ ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് മൂപ്പിക്കണം. ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകരുത് കേട്ടോ. അടുത്തതായി കനം കുറച്ചരിഞ്ഞ ഒരു സവോള ചേർക്കുക. അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ചേർക്കാം. ഞാനിവിടെ ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ്, കോളിഫ്ലവർ എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ഇനി മസാലകളാണ്. 1/2 സ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മസാലപ്പൊടി എന്നിവ ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. ഇനി 2 പച്ചമുളക്, 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവ കൂടി ചേർത്ത് മസാലകൾ ഒട്ടും കരിഞ്ഞു പോകാതെ നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് അരമണിക്കൂർ കുതിർത്ത് വെച്ച ചെറുപയർ പരിപ്പാണ് ഞാൻ ചേർക്കുന്നത്. സാമ്പാർ പരിപ്പും ഉപയോഗിക്കാം. ഈ പരിപ്പ് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്ക് വളരെ നല്ലതാണ്. അതൊന്ന് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്. 1 ഗ്ലാസ് ബസ്മതി റൈസ് നന്നായി കഴുകി വെള്ളം വാർത്തെടുത്തതാണ്. അതുകൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി അതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുക്കർ അടച്ചു വയ്ക്കുക. ഒരു വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. എയർ പോയി കഴിയുമ്പോൾ തുറന്നു നോക്കൂ. നമ്മുടെ റൈസും പച്ചക്കറിയുമെല്ലാം പെർഫെക്റ്റ്ലി വെന്ത് വന്നിട്ടുണ്ട്. നോക്കൂ, ഇതെത്ര ഹെൽത്തിയും എളുപ്പവുമാണ്. പച്ചക്കറി ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് പോലും ഇത് ഉറപ്പായും ഇഷ്ടപ്പെടും. ആകെ 2 സ്പൂൺ ഓയിലും 1 സ്പൂൺ നെയ്യുമേ നമ്മളിതിൽ എടുത്തിട്ടുള്ളൂ. ഇനി അവസാനമായി 1/2 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ ചൂട് റൈസിൽ നെയ്യ് അലിയുമ്പോൾ കിട്ടുന്ന ആ രുചിയുണ്ടല്ലോ, ആഹാ, അടിപൊളിയാണ്. കുറച്ച് മല്ലിയില കൂടി ഇട്ട് അലങ്കരിച്ചാൽ നമ്മുടെ ദാൽ റൈസ് റെഡി. ഈ റൈസ് ജോലിക്കാർക്ക് പെട്ടെന്ന് ലഞ്ച് കൊണ്ടുപോകാനായി ഉണ്ടാക്കാം. അതുപോലെ കറി ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ ഒരു വെറൈറ്റിയായി ഉണ്ടാക്കാം. ഒത്തിരി സമയമൊന്നും വേണ്ടല്ലോ. ഞാൻ ഇതിനോടൊപ്പം പൊട്ടാറ്റോ ഫ്രൈ കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഈ റെസിപ്പി എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പ്രധാനമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും രുചിയുള്ള ഭക്ഷണവും ഏറ്റവും മനോഹരമായ ജീവിതവും ക്ഷമയോടെയുള്ള നമ്മുടെ പരിശ്രമത്തിൻ്റെ ഫലമാണ്. അടുത്തൊരു വീഡിയോയുമായി വേഗം വരാം. ബായ്.